സാധാരണ നമ്മളൊരു പേന വാങ്ങുമ്പോൾ എന്താ ചെയ്യാറ്? എഴുതി നോക്കിയിട്ട് തെളിയുന്നുണ്ടോ എന്ന് നോക്കിയാണ് അത് വാങ്ങിക്കാറ്. അതുപോലെ തന്നെ പച്ചക്കറികളായിക്കോട്ടെ, ഫ്രൂട്ട്സ് ആയിക്കോട്ടെ, എന്തും കേടില്ല എന്ന് ഉറപ്പ് വരുത്തിയാണ് നമ്മൾ വാങ്ങാറ്. അങ്ങനെ ചെയ്യുന്ന നമ്മൾ ഇപ്പോൾ ഈ ഒരു കാര്യം ഞാനിവിടെ പറയുന്നത് എന്തിനാണെന്ന് നിങ്ങൾ ചിന്തിക്കും. നാളെ നമ്മുടെ ഇലക്ഷൻ ദിവസമാണ്. രാജ്യത്തിൻ്റെ നട്ടെല്ലായ ജനാധിപത്യത്തെ ഊട്ടിയുറപ്പിക്കാനായിട്ട് നടക്കുന്ന ഓരോ തിരഞ്ഞെടുപ്പിലും വോട്ട് ചെയ്യുക എന്നുള്ളത് നമ്മുടെ ഓരോ പൗരൻ്റെയും ജന്മാവകാശമാണ്. അപ്പോൾ പേന വാങ്ങിക്കുന്നതിലും പച്ചക്കറിയും ഫ്രൂട്ട്സും വാങ്ങിക്കുന്നതിലും ഒക്കെ ഇത്രയും ജാഗ്രത കാണിക്കുന്ന നമ്മൾ വോട്ട് ചെയ്യുന്നതിൽ അത് ചെയ്യാറുണ്ടോ? അവിടെ ഒരു വ്യക്തിക്ക് അല്ലെങ്കിൽ ഒരു നല്ലൊരു ജനനായകന് പ്രാധാന്യം കൊടുക്കാതെ ജാതിക്കും മതത്തിനും രാഷ്ട്രീയത്തിനും മാത്രം ഊന്നൽ കൊടുത്തുകൊണ്ട് ഒരാളെ തിരഞ്ഞെടുക്കുമ്പോൾ അത് നാടിന് എത്തരത്തിൽ പ്രതികൂലമായി ബാധിക്കുന്നു എന്നുകൂടി ചിന്തിക്കണം. നമുക്ക് വേണ്ടി, നമ്മുടെ നാടിനു വേണ്ടി, നാളത്തെ തലമുറയ്ക്ക് വേണ്ടി കഴിവുള്ള വ്യക്തികളെ തിരഞ്ഞെടുക്കാനായിട്ട് നിങ്ങളുടെ ജന്മാവകാശം ഓരോ വോട്ടും ചെയ്യുക തന്നെ വേണം. തിരുവനന്തപുരം മുതൽ എറണാകുളം വരെ 7 ജില്ലകളിലായി നാളെ കോർപ്പറേഷൻ മുനിസിപ്പൽ ഇലക്ഷൻ നടക്കുകയാണ്. ബാക്കിയുള്ള എല്ലാ ദിവസവും ജനാധിപത്യ പ്രകാരം ജനങ്ങൾ മോശക്കാരും, ആകെ ഒരു ദിവസം മാത്രം രാജാവാകുന്ന ദിവസമാണ് ആ ഇലക്ഷൻ്റെ. അന്ന് നമ്മൾ ശരിയായി നമ്മുടെ വോട്ടവകാശം വിനിയോഗിച്ച നമ്മുടെ നാടിനും നമ്മുടെ നാട്ടുകാർക്കും പ്രയോജനം ഉണ്ടാകും. അതിനാൽ ദയവ് ചെയ്ത് എല്ലാ വ്യക്തികളും വോട്ട് ചെയ്യണം. നമുക്ക് നല്ലതെന്ന് തോന്നുന്ന രാഷ്ട്രീയ ജാതിമത ഭേദമന്യേ നല്ല ജനനായകർക്ക്, നല്ല വ്യക്തികൾക്ക് വേണ്ടി വോട്ട് ചെയ്യാൻ നിങ്ങൾക്കെല്ലാവർക്കും കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. ബൈ.